paddy field. Now sand mining in rivers. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക sand mining നെ കുറിച്ച്. നോക്കാം നമുക്ക്. So the water level of many of our rivers which were once rich drops drastically after the rainy season. So നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിള നമ്മുടെ ഭാരതപ്പുഴയൊക്കെ വറ്റി വരണ്ട് ഒട്ടും വെള്ളമില്ലാതായ അവസ്ഥയൊക്കെ. So നമ്മളുടെ rivers once upon a time it was very rich in water. So ഇപ്പോൾ നമ്മുടെ മൺസൂണിലെ റെയിനി ടൈമിൽ മാത്രമേ നമുക്ക് കുറച്ച് വെള്ളം കാണാൻ പറ്റൂ. അത് കഴിഞ്ഞ് അവിടെ ഇവിടെ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലുണ്ട്. This is because the increase in the depth of river bed due to sand mining from the rivers. So റിവറിൽ നിന്നും സാൻഡ് മൈൻ ചെയ്ത് സാൻഡ് കൊണ്ടുപോയത് കാരണം എന്താ പറ്റി? ഡെപ്ത് ഒരുപാട് കൂടി. It also leads to lowering of water level in the nearby wells and ultimately to water scarcity in the surrounding region. മനസ്സിലാവുന്നു? ഇപ്പോൾ റിവറിനകത്ത് വാട്ടർ ഉണ്ടെങ്കിൽ റിവറിൽ നിന്ന് വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് അടുത്തുള്ളടത്തെല്ലാം കിണറ്റിലും എല്ലാം വെള്ളം കാണും. പക്ഷേ റിവർ ഡ്രൈ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി നെയ്ബറിംഗ് റീജിയനും ഡ്രൈ ആവും. Many rivers due to increase in depth have almost reached the bedrock level. അത്രയ്ക്ക് ആക്ച്വലി കുഴിച്ച് മണ്ണ് കടത്തി അവിടെ. This leads to bank shelving. So റിവറിന്റെ ബാങ്ക് ഉണ്ടല്ലോ സൈഡുകൾ, അത് കുറേശ്ശെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. Man extensively shelves river banks for sand. So നാച്ചുറൽ ആയിട്ടുള്ള ബാങ്ക് ഷെൽഫിംഗ് മാത്രമല്ല, നമ്മളും അതിന്റെ സൈഡിലുള്ള മണ്ണെല്ലാം സാൻഡിനായിട്ട് വേണ്ടി തുറന്നുകൊണ്ട് പോകും. So shelving of fertile banks result in loss of life and property. So നമ്മൾ ഒരു റിവർ എടുത്തു കഴിഞ്ഞാൽ റിവറിന് നാച്ചുറൽ ആയിട്ട് ഒരു ബാങ്ക് കാണും. ഇങ്ങനെ ആയിരിക്കും റിവർ ഒഴുകുന്നത്. സോ ഇവിടെ ഉള്ളതെല്ലാം നീ തുറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഉള്ള മണ്ണിടിയും. അടുത്ത മഴ വരുമ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളമെല്ലാം ഇവിടെ കയറും. ഫ്ലഡിങ് ആക്ടിവിറ്റി നടക്കും. 2018-ലും 2019-ലും നമ്മുടെ കേരളം ഒരുപാട് വലിയ ഫ്ലഡ് ഫേസ് ചെയ്തതിന് ഒരു സിറ്റുവേഷൻ, ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. സോ ഒരു സമയത്ത് നമ്മള് കുന്നുകളിൽ കയറി പോകുന്ന പാറവണ്ടികളെല്ലാം മണ്ണ് ലോറികളൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കി നിൽക്കുന്ന കാര്യം എപ്പോഴും കാണാൻ കിട്ടുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ഈസ് വെരി കോമൺ ഇൻ കേരള നൗ. Hills are nature's water reservoir. So കുന്നുകളിൽ നിന്നാണ് നമ്മുടെ സ്ട്രീം, നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്. നേച്ചറിന്റെ വാട്ടർ റിസർവോയർ ആണ്. How will hill mining affect the water availability? So hill mining എന്ന് പറഞ്ഞാൽ ഹില്ല് നശിക്കപ്പെട്ടു കഴിഞ്ഞു, മഴയുടെ അളവ് കുറയും, സ്ട്രീമിന്റെ വരക്കം നിൽക്കും. So rivers will get disappeared. Water scarcity will increase. Unscientific construction activities in steep slopes increase the possibility of landslides. പലപ്പോഴും കുന്ന് ഇടിച്ച് നല്ലൊരു മഴ പെയ്യുമ്പോൾ കുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ മഴ കാരണം മണ്ണും എല്ലാം കൂടെ ഒലിച്ചു വരുന്നത് നിങ്ങൾ കണ്ടു കാണും. വൺ ഓഫ് ദ റീസൺ ഈസ് അൺസയന്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ്. വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് ദ സോയിൽ? സോയിലിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന വേറെ എന്താ ഫാക്ടറീസ് ഉണ്ട്? ഡിഫോറസ്റ്റേഷൻ ഉണ്ട്. സോ ഡിഫോറസ്റ്റേഷൻ, മരങ്ങളെല്ലാം പോകുമ്പോൾ വെള്ളം കറക്റ്റ് ആയിട്ട് വന്ന് ഭൂമിയിൽ പതിക്കുകയും അതിനെ പിടിച്ചു നിർത്തിയിരുന്ന മരങ്ങളും സസ്യങ്ങളും ഒന്നുമില്ല. സോ വാട്ട് ഹാപ്പൻസ്? വാട്ടർ വിൽ ടേക്ക് എവേ ദാറ്റ് സർഫസ് റൺ ഓഫ് വാട്ടർ ഉണ്ടല്ലോ, ഇറ്റ് വിൽ ടേക്ക് എവേ ദാറ്റ് സോയിൽ ആൾസോ. ലാൻഡ് സ്ലൈഡിനെല്ലാം കാരണമാവും. അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് സയന്റിഫിക് ആയിരിക്കണം. ഓരോ മണ്ണിനും ചേരുന്ന ക്രോപ്പ് ഉണ്ട്, ഓരോ റീജിയണിനും ചേരുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റേഷൻ ആക്ടിവിറ്റി ആയാലും ക്രോപ്പ് ആക്ടിവിറ്റി ആയാലും ഉണ്ട്. അത് മാത്രമേ ചെയ്യാവൂ. അൺസയന്റിഫിക് ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിസ്ട്രോയ് ദി സോയിൽ നേച്ചർ. സോ സോയിലിനെ ഡീഫോറസ്റ്റേഷൻ നശിപ്പിക്കും. സോയിലിനെ അൺസയന്റിഫിക് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നശിപ്പിക്കും. ഓക്കെ, സോയിലിനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ പെസ്റ്റിസൈഡ് യൂസേജ് നശിപ്പിക്കും. സോയിലിനെ ഒരുപാട് മൈനിങ് ആക്ടിവിറ്റീസ് നശിപ്പിക്കും. യെസ് ഓർ നോ? മൈനിങ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള മൈനിങ് ആണ്. സോ സീക്കിംഗ് ആൻ ആൾട്ടർനേറ്റീവ്. നാച്ചുറൽ റിസോഴ്സസ് ആർ ഫോർ അവർ യൂസ്. ആരും പറയുന്നില്ല നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കരുത്, മണ്ണെടുക്കരുത്, കല്ലെടുക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല. ബട്ട് യൂസ് ഇറ്റ് ഫോർ യുവർ നീഡ്, നോട്ട് ഫോർ യുവർ ഗ്രീഡ്. സോ നിങ്ങളുടെ അത്യാർത്ഥിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി സഫിഷ്യന്റ്. ബട്ട് ദെയർ അൺറീസ്ട്രെയിൻഡ് എക്സ്പ്ലോയിറ്റേഷൻ വിൽ ലീഡ് ടു ഇംബാലൻസ് ഇൻ നേച്ചർ. സോ അൺറീസ്ട്രെയിൻഡ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് പ്രോബ്ലം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫൈൻഡ് ആൾട്ടർനേറ്റീവ്സ് ടു റെഡ്യൂസ് the damages caused to nature by over exploitation of resources. So it is essential to find alternatives to reduce the damages caused to nature by over exploitation of natural resources. Technology of making bricks out of waste from clay factories and plastics is available now.
നമുക്കിപ്പോ ബ്രിക്കിന് ഈ പാഡി ഫീൽഡിൽ നിന്നൊക്കെ എടുക്കുന്ന ചെളി തന്നെ വേണമെന്നില്ല. വി ഹാവ് അതർ സോഴ്സസ്, വി ഹാവ് അതർ ടെക്നോളജീസ് നൗ. സോ നമുക്ക് പാഡി ഫീൽഡിൽ നിന്നുള്ള സോയിലിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. സോ യൂസ് ഓഫ് റോക്ക് ഡെബ്രീസ്, നമ്മുടെ പാറ ക്വാറി വേസ്റ്റ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ് ഇൻസ്റ്റെഡ് ഓഫ് റിവർ സാൻഡ്. റിവറിൽ നിന്നുള്ള മണൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് പാറപ്പൊടിയിൽ നിന്ന് നമ്മളുടെ എം സാൻഡ്, പി സാൻഡ് എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടല്ലേ? എം സാൻഡ്, പി സാൻഡ്. സോ എം സാൻഡ്, പി സാൻഡ് ഒക്കെ ഒരു റീപ്ലേസ്മെന്റ് ആണ് ഫോർ മണ്ണിൽ നിന്നുള്ള റിവറിൽ നിന്നുള്ള സാൻഡിന്. സോ അത് നമ്മൾ ഉപയോഗിക്കണം. നൗ ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ നമുക്ക് മനസ്സിലായി. വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് ഫൗണ്ട് ഓഷ്യൻസിലാവാം, റിവർ ആവാം, ലേക്ക് ആകാം, സ്ട്രീംസ് ആവാം, ഓൺ എർത്ത് സർഫസ് ആൻഡ് ബിലോ ഇറ്റ് ആസ് വെൽ. എർത്തിന്റെ സർഫസിലും ബിലോയും നമുക്ക് കാണാൻ പറ്റും. While water is found in solid state in polar region and atop high mountains, it exists as water vapor and water droplet in atmosphere. അറ്റ്മോസ്ഫിയറിൽ gaseous ഫോമിൽ കാണും. സോ ഹയർ മൗണ്ടനിലും പോളാർ റീജിയനിലൊക്കെ നോക്കിയാൽ സോളിഡ് ഫോമിൽ വാട്ടർ കാണും. നോർമൽ റീജിയനിൽ റിവറിലെല്ലാം ലിക്വിഡ് ഫോമിൽ കാണും. സോ വാട്ടർ ഫൗണ്ട് ഓൺ എർത്ത് ഈസ് സെഡ് ഫോംസ് ഈസ് കാൾഡ് ഹൈഡ്രോസ്ഫിയർ. സോ എർത്തിൽ എവിടെല്ലാം വാട്ടർ ഉണ്ടോ ആ സ്ഫിയറിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രഷ്യസ് ഫ്രഷ് വാട്ടർ. Fresh water is integral to the existence of life. Even though 2/3 of the surface of the earth is water, only 3% of it is fresh water. So, 2/3 പാർട്ട് നമ്മളുടെ വെള്ളം കൊണ്ടാണ് നമ്മളുടെ ഭൂമി ഉള്ളതെങ്കിൽ പോലും നമ്മുടെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് തന്നെ അത്രത്തോളം വാട്ടർ ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രഷ് വാട്ടർ മാത്രമാണ്, പ്യൂർ വാട്ടർ മാത്രമാണ്. അത് ജസ്റ്റ് 3% മാത്രമേ ഉള്ളൂ. Okay, so less than 1% of fresh water is available for humans for consumption. So അതിനകത്തുള്ളതിൽ തന്നെ just 1%, അതായത് 100 എടുത്തു കഴിഞ്ഞാൽ അതിൽ just 1% മാത്രമേ ഉള്ളൂ നമ്മളുടെ യൂസിന് നമുക്ക് കിട്ടുന്നത്. കാര്യം ബാക്കിയെല്ലാം ചിലപ്പോൾ പോളാർ ഐസ് ക്യാപ്സിലായിരിക്കും, ചിലത് ഡീപ് ബിലോ ദ എർത്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. So this scarce quantity of water is obtained from river, pond, lake, well for our human purpose. Rest of the water is found in solid state in polar region and atop mountains. There are many limitations in using underground water. ശരിയല്ലേ? അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, അത്രത്തോളം ബോർവെല്ലും കാര്യങ്ങളും വേണം. ഇനി ബോർവെൽ ഉണ്ടാകുമ്പോൾ തന്നെ വാട്ടറിന്റെ ലഭ്യത വേണം, എളുപ്പം തീരുന്നതാവരുത്. വാട്ടർ സ്കേഴ്സിറ്റി. There is already shortage of fresh water. Why? Man's unscientific intervention makes it all the most scarce. Okay, because fresh water നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നു. പൊല്യൂഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. Protection of fresh water is highly essential for existence of all life forms including man. Let us create awareness among the public regarding the need of protecting fresh water and all blah blah. നിങ്ങൾക്ക് നോക്കാം, ഇത് നോക്കുക. It is estimated that the major chunk of rainwater falling on western Ghat, നമ്മളുടെ പശ്ചിമഘട്ടം അല്ലേ വെസ്റ്റേൺ ഘട്ട്, reaches the sea within 2 days. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ വീഴുന്ന വെള്ളത്തിന്റെ മെജോറിറ്റി പാർട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ അറേബ്യൻ സീയിൽ കടലിൽ ചെന്ന് പതിക്കും. സോ ഇറ്റ് ഗോസ് വേസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ വെള്ളം ഒഴുകുന്ന ആ രീതി, ഒരിക്കലും വെള്ളത്തിനെ മൊത്തത്തിനെ പിടിച്ചു നിർത്തണം എന്നല്ല പറയുന്നത്. ബട്ട് ദേ ആർ ആസ്കിങ് യു ടു സ്ലോ ഡൗൺ ദാറ്റ് വാട്ടർ ഫ്ലോ. സ്ലോ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻസ് എന്തുവാ? സ്ലോ ഡൗൺ ചെയ്താൽ വാട്ടർ പെർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, ഗ്രൗണ്ട് വാട്ടർ ടേബിള് റീചാർജിങ് നടക്കും. സോ വെള്ളം ഒരുപാട് പ്യുവർ നമുക്ക് അവൈലബിൾ ആവും. എന്നിട്ട് ഇത് പോകും, സീയിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വേസ്റ്റ് വാട്ടർ. Are you getting that? So the protection of freshwater source is highly essential for existence of all life forms including man. പ്ലാന്റ്സിനായാലും ഫ്രഷ് വാട്ടർ തന്നെ വേണ്ടേ? അവർക്കും സലൈൻ വാട്ടറിനകത്തൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. സലൈൻ വാട്ടറിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ പോലും ദാറ്റ് ഈസ് നോട്ട് ദ മേജർ പ്ലാന്റ്സ്. അനിമൽസ്, ഹ്യൂമൻ, എല്ലാവർക്കും വേണം ഫ്രഷ് വാട്ടർ. ഓക്കെ, സോ സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ്. വാട്ടറിനെ എങ്ങനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യാം? പ്രൊമോട്ട് ടെറസ് ഫാമിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ ടെറസ് ഫാമിംഗ്. തട്ടായിട്ട് ഫാം ചെയ്യുന്നതിനാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ വെള്ളം വീണ് കുറച്ചു നേരം നിന്നിട്ടല്ലേ അടുത്തതിൽ പോകും, ഇവിടെ നിന്നിട്ടല്ലേ അടുത്തതിൽ പോകും. സോ ഒറ്റ ഒഴുക്ക് മേളിൽ നിന്ന് താഴോട്ട് ഒഴുകത്തില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ്. ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ള, ഇതിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സ്. സോ ഫൈബ്രസ് റൂട്ട് ഉള്ള കോക്കനട്ട്, അരക്കനട്ടിന്റെ ഉപരി ഈ സ്ലോപ്പ്, റോക്കി ആയിട്ടുള്ള ഹിൽ സ്ലോപ്സ് വിത്ത് ഷാളോ സോയിൽ, അതായത് നമുക്കറിയാം ഹിൽ സ്ലോപ്സ് അവിടെ സോയിലിന്റെ അളവ് കുറവാണ്. സോ സോയിലിന്റെ അളവുള്ള ഹിൽ സ്ലോപ്സിനകത്ത് നിങ്ങൾ
ടാപ്പ് റൂട്ട് ഉള്ള മരങ്ങൾ വേണം നട്ടുപിടിപ്പിക്കാൻ rather than this fibrous root one, because നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഫൈബ്രസ് റൂട്ട് അറിയാം മേൽമണ്ണിൽ മാത്രമേ പിടിച്ചു നിൽക്കൂ, അതിനെ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോകും. നേരെ തിരിച്ച് ടാപ്പ് റൂട്ട് തുടർ താഴോട്ട് പോയി പിടിച്ചു നിൽക്കുന്നത് പോകില്ല, അതും അവിടെ നിൽക്കും. those plants will remain there, അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സോയിലിനെ അവൻ പിടിച്ചു നിർത്തും. ഓക്കെയാ? സോ earlier ഞാൻ പറഞ്ഞു soil conservation ആണെങ്കിലും adoption of crops in that region, adoption of plants to plant in that region is very important. Okay, so ഇത് മറ്റു കുറച്ച് മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാംസ് അലോങ് ഹിൽ സ്ലോപ്സ്. നമ്മുടെ ഹിൽ സ്ലോപ്സിൽ ചെക്ക് ഡാം നിർമ്മിക്കണം, അതിന് നമ്മൾ വുഡോ ലോക്കലി അവൈലബിൾ റോക്ക് തന്നെ ഉപയോഗിക്കണം. കൺസ്ട്രക്ട് earthen walls of soil conservation. Avoid construction activities and cultivation of crops like tapioca, yam, etc. on steep slopes, because these crops require frequent tilling. നിങ്ങൾ മണ്ണ് എപ്പോഴും കളച്ചുകൊണ്ടിരിക്കണം, മണ്ണ് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ നല്ലോണം ഗ്രോത്ത് ആവണമെങ്കിൽ. പക്ഷെ അതൊക്കെ നല്ലോണം ഗ്രോത്ത് ആവാൻ വേണ്ടി മണ്ണ് അങ്ങനെ ഇളകിക്കൊണ്ടിരുന്ന എന്ത് പറ്റും? വാട്ട് വിൽ ഹാപ്പൻ? മണ്ണ് അങ്ങനെ ഇളകിക്കൊണ്ടിരുന്ന വാട്ട് വിൽ ഹാപ്പൻ? സോ റെയിൻ വരുമ്പോൾ നല്ല സർഫസ് റൺ ഓഫ് കാണും, ഈ അപ്പർ ടോപ്പ് സോയിലിന് എല്ലായിടത്തും ഒരൊറ്റ പോക്കും പോകും. അതിനെയാണ് നമ്മൾ ഈ മഡ് ഫ്ലോ എന്ന് പറയുന്നത്. Plant trees on barren land. So barren land il nammal kondoyi trees plant cheyanam. Do not dump household and industrial waste into water bodies. So household industrial waste water bodies il kondoyi dump cheyarudhu. Paddy field, pond, lake, river bank. So reclamation il ninnu, adayathu soil okke ittu negathunnathil ninnu nammal idineke protect cheyanam. Our government are taking a lot of steps. So ഇതിനൊരു എക്സാമ്പിൾ ആണ് മഹാരാഷ്ട്രയിലെ റലഗൻ സിന്ധി ആക്ച്വലി ഡിസ്ട്രിക്റ്റിനെ കുറിച്ച്, ആ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പുതിയ പുള്ളിയെ. അവിടെ എന്തുവാണെന്ന് വെച്ചാൽ ഒരുപാട് നമുക്കറിയാം നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഡ്രൗട്ട് സിറ്റുവേഷൻ ഒരുപാട് അറിയപ്പെടുന്നതാണ്. സോ അങ്ങനെ ഡ്രൗട്ട് ഒരുപാട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ റലഗ സിന്ധി എന്ന് പറയുന്നത്. സോ അവിടെ ഒരു റിട്ടയേർഡ് ഒരു ആർമിയിൽ നിന്നും തിരിച്ചു വന്ന നമ്മളുടെ അണ്ണാ ഹസാരെ, നിങ്ങൾ അണ്ണാ ഹസാരയെ കുറിച്ച് കേട്ട് കാണും. 2012-13 സമയത്ത് കറപ്ഷനെതിരെ ഒരുപാട് മൂവ്മെന്റ് നയിച്ച ആളാണ് ഈ അണ്ണാ ഹസാരെ എന്ന് പറയുന്നത്. സോ അണ്ണാ ഹസാരെ, ബാബുറാവ് ഹസാരെ എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളിക്കാരൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നതാണ്. പുള്ളിക്കാരൻ ഒരുപാട് ചേഞ്ചസ് വരുത്തി അവിടെ. സോ പബ്ലിക് അവയർനെസ് ഉണ്ടാക്കി നമ്മുടെ അഗ്രികൾച്ചറൽ രീതിക്ക് മാറ്റം വരുത്തുന്നത്. കാര്യം അവർ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ഷുഗർ കെയിൻ ആണ് ഫാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ അവർ റീപ്ലേസ് ചെയ്ത് ലെസ് വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫാം ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഓണിയൻ ഒക്കെ ഫാം ചെയ്യാൻ തുടങ്ങി. സോ പ്രൈവറ്റ് ഓരോ വീട്ടിലും കിണർ കുഴിക്കുന്നവരുടെ പബ്ലിക് വെൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ഏരിയയിലുള്ള 10 വീടിന് വേണ്ടി ഒരു വെല്ല്, അവിടെ നിന്ന് എല്ലായിടത്തോട്ടും വെള്ളം കൊണ്ടുപോകാം. സോ മറ്റുള്ള റീജിയനിൽ അനാവശ്യമായി വെള്ളം എടുക്കത്തില്ല, അത് വേസ്റ്റ് ആയി പോകത്തില്ല. ആർ ഗെറ്റിംഗ് ദാറ്റ്? സോ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഇൻക്ലൂഡിങ് നല്ല റെയിൻഫോൾ ഉള്ള സമയത്ത് ആ വെള്ളം ഒരുപാട് മഴക്കുഴികൾ ഉണ്ടാക്കി വെള്ളത്തിനെ താഴോട്ട് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാക്കി. ലേറ്റർ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ നാട് തന്നെ അങ്ങ് മാറിപ്പോയി. ഇറ്റ് ബിക്കേം എ കംപ്ലീറ്റ്ലി ഗ്രീൻ, സെൽഫ് സസ്റ്റൈനബിൾ ഇൻ ദെയർ വാട്ടർ നീഡ്സ്. സോ അതാണ് അണ്ണാ ഹസാരയുടെ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിൽ നിന്നാണ് അദ്ദേഹം 2012-13 വന്ന് നമ്മുടെ രാഷ്ട്രീയം ക്ലെയിം ചെയ്യാൻ ഇറങ്ങിയത്. നടന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. സോ നെക്സ്റ്റ് ഈസ് അറ്റ്മോസ്ഫിയർ. Atmosphere is the layer of air which protect the earth like a blanket. Yes or no? So in addition to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. ശരിയല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? Anything that brings change to the natural composition of air is pollutant. So pollutant എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ നാച്ചുറൽ ആയിട്ട് ഓരോ പ്ലാന്റിനും ഒരു സ്വാഭാവികതയുണ്ട്. So anything that changes this natural composition is called a pollutant. So water pollutant എന്ന് വെച്ചാൽ എന്തുവാ? വാട്ടറിന്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയെ പൊല്യൂട്ട് ചെയ്യുന്നത് വാട്ടർ പൊല്യൂട്ടന്റ്. എയർ, സോയിൽ എല്ലാം പൊല്യൂട്ടന്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് ഇറ്റ് ചേഞ്ചസ് ദ നാച്ചുറൽ കമ്പോസിഷൻ. So air is essential for existence of life on earth. Okay, so atmosphere ഇമ്പോർട്ടൻസിന്റെ ഒരു ചെറിയ ഡയഗ്രാം ആയി കൊടുത്തിരിക്കുന്നു. ഓക്സിജൻ, എല്ലാ ഓർഗാനിസത്തിന്റെയും റെസ്പിറേഷൻ നമുക്ക് ഓക്സിജൻ വേണം. അത് പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും when we respire we need oxygen. കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിന് വേണം പ്ലാന്റ്സിനകത്ത്. അറ്റ്മോസ്ഫിയറിലുള്ള ഡിഫറെന്റ് ലെയർ, ഫോർ എക്സാമ്പിൾ ഓസോൺ ലെയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓസോൺ ലെയർ പ്രൊട്ടക്ട് ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ്. ഓക്കെ, ഹാംഫുൾ അൾട്രാവയലറ്റ് റേസിൽ ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഗാമ റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു എർത്തിന്റെ അപ്പർ ലെയേഴ്സുകൾ. അയണോസ്ഫിയറിനകത്ത് അതിനൊരു പങ്കുണ്ട്. സോ ഒരു പ്രൊട്ടക്റ്റീവ് എൻവലപ്പാണ് അൺനെസസറി റേസ് കടന്നു വരാതെ. തന്നെ നമ്മളുടെ
എർത്തിൽ നടക്കുന്ന എല്ലാ ക്ലൈമറ്റിക് ഫിനോമിനാണ്, അത് റെയിൻ ആയാലും സ്നോ ആയാലും ഇവാപറേഷൻ ആയാലും വിൻഡ് സിസ്റ്റം ആയാലും, സോ നമുക്കുള്ള വിൻഡ് പാറ്റേണും കാര്യങ്ങളും എല്ലാം ഇല്ലേ, ഇതിനെല്ലാം കാരണം അറ്റ്മോസ്ഫിയർ ആണ്. Okay, so how we are actually polluting the atmosphere? The gases used in refrigerator, നമ്മുടെ ഫ്രിഡ്ജിനകത്തും എ സിക്കകത്തും എല്ലാം യൂസ് ചെയ്യുന്ന ഗ്യാസ് ഉണ്ടല്ലോ, CFC എന്ന് പറയും, ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC, HFC. സോ CFC, HFC ഇങ്ങനെയുള്ള ഗ്യാസസ് കാരണം ആക്ച്വലി നമ്മൾ ഈ ഓസോൺ ലെയറിനെ നമ്മൾ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. ഓർ ഓസോൺ ഹോളിന് നിങ്ങളൊരു കാര്യം ന്യൂസ് പേപ്പറിൽ അങ്ങനെ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, ഓസോൺ ഹോൾ ഓർ ഈ ഓസോൺ ലെയറിൽ കുഴി വീഴുന്നു അല്ലെങ്കിൽ അതിന്റെ തിന്നിങ് നടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കെമിക്കൽ ഒന്നും നിങ്ങൾ അറിയണ്ട, ഒരു പ്രോസസ്സിന്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നതാ കാരണം. വൈ ദാറ്റ് ഇക്വിലിബ്രിയം ഈസ് ലോസ്റ്റ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് CFC, HFC ഇൻ അപ്പർ അറ്റ്മോസ്ഫിയർ. സോ ഗ്യാസസ് യൂസ്ഡ് ഇൻ ദിസ് ഒരു റീസൺ ആണ്. പിന്നെ നമ്മൾ എന്ത് ബേൺ ചെയ്താലും അതിൽ നിന്ന് സ്മോക്ക് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും എല്ലാം ഉണ്ടാവും, അതൊരു കാരണമാണ്. പിന്നെ നമ്മളുടെ വെഹിക്കുലാർ മൂവ്മെന്റ്, സോ വെഹിക്കുലാർ മൂവ്മെന്റ് അതിനകത്ത് വരുന്ന നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫറിന്റെ കോമ്പൗണ്ട്സ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ബാഡായിട്ട് അഫക്ട് ചെയ്യും. അത് മാത്രമാണോ, നമ്മുടെ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള സ്മോക്കുകൾ, വേസ്റ്റുകൾ, അതിന്റെ ബേണിങ്ങുകൾ, മാനേജ്മെന്റ്, ഇതെല്ലാം ഒരു ഇഷ്യൂ ആണ്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്സിജൻ പാർലറുകൾ, ഇത് ഡൽഹിയിൽ മാത്രമല്ല, ചൈനയിലെ ഷാൻജന്, മോസ്റ്റ് ഓഫ് ദി ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് സിറ്റികളിലെല്ലാം ഉണ്ട് ഈ ഓക്സിജൻ പ്യൂരിഫയറുകൾ, ഓക്സിജൻ ഫിൽറ്ററുകൾ എന്നതുപരി എയർ ഫിൽറ്ററുകൾ, എയർ പ്യൂരിഫയറുകൾ, വളരെ മോസ് ആയിട്ടുള്ള വലിയൊരു ബിൽഡിങ്ങിന്റെ സൈസുള്ള എയർ ഫിൽറ്ററുകൾ അവിടെ വെച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പൊല്യൂഷൻ ലെവൽ അത്രത്തോളം കൂടി, ഇറ്റ് ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എ സ്മോഗ്. ഇറ്റ്സ് കോൾഡ് എ സ്മോഗ്. അതായത് നമ്മുടെ ഫോഗി കണ്ടിവേഷനിൽ നമുക്ക് തമ്മിൽ കാണാൻ പറ്റാത്ത അത്രയ്ക്ക് ബ്ലാങ്ക് ആയി പോകുന്ന സിറ്റുവേഷനിലുള്ള പൊല്യൂഷൻ ലെവൽ ഇൻക്രീസ് ആയി. കൊറോണയൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ പൊല്യൂഷൻ ഒരുപാട് മാറി. പൊല്യൂഷൻ നമുക്ക് നേരത്തെ കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന 100-ൽ നിന്ന് ഒരു 10% ആയി കാണും കൊറോണ കാരണം പൊല്യൂഷൻ. സോ അത്രത്തോളം മാറ്റം കൊണ്ടുവരുന്നത് നമുക്ക് കൊറോണ. ഓക്കെ, നൗ കംസ് ടു ദ ബയോസ്ഫിയർ. Biosphere includes all living things on earth. Biosphere exists because of interaction of lithosphere, hydrosphere, atmosphere. So ഇവരുടെ കോമൺ ഇന്റർസെക്ഷൻ റീജിയനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിന്റെ ബയോഡൈവേഴ്സിറ്റി കാണാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് എവിടെങ്കിലും നമ്മൾ ടുവേർഡ്സ് ഫാർദർ വി മൂവ്, ലൈഫിന്റെ അളവ് കുറയും. ഫോർ എക്സാമ്പിൾ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഒരുപാട് മേലോട്ട് പോകുമ്പോൾ ലൈഫ് കുറയും, മണ്ണിൽ ലിത്തോസ്ഫിയറിൽ ഒരുപാട് താഴോട്ട് വരുമ്പോൾ ലൈഫ് കുറയും, വാട്ടറിൽ ഒരുപാട് താഴോട്ട് വരുമ്പോൾ കുറയും. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന റീജിയൻ ഉണ്ടല്ലോ, ദാറ്റ് റീജിയൻ ഈസ് ഗുഡ് ഫോർ ദ ഗ്രോത്ത്. ഓക്കെ, the very existence of man, plants and animals is possible because of the presence of lithosphere, hydrosphere and atmosphere. You must have understood that even small changes in the atmosphere, hydrosphere and atmosphere will have a huge impact on human life. ശരിയല്ലേ? സോ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സോ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, മിനറൽസ്, ഇതെല്ലാം എസെൻഷ്യൽ ആണ് പ്ലാന്റ്സിന്. സോ പ്ലാന്റ്സിന് കാർബൺ ഡയോക്സൈഡ് അവൻ എവിടെ നിന്ന് എടുക്കും? അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കും. വാട്ടർ, മിനറൽസ് അവ എവിടെ നിന്ന് എടുക്കും? സോയിലിൽ നിന്ന് എടുക്കും. യെസ് ഓർ നോ? സോ ഹൈഡ്രോസ്ഫിയറിൽ നിന്നാണ് അവൻ അതെടുക്കുന്നത്. ഹൈഡ്രോസ്ഫിയറിൽ നിന്ന് വാട്ടർ എടുക്കും, ലിത്തോസ്ഫിയറിൽ നിന്ന് മിനറൽസ് എടുക്കും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എടുക്കും. സോ 3 റീജിയനിലെടുത്താണ് പ്ലാന്റ്സ് എക്സിസ്റ്റ് ആകുന്നത്. സോ പ്ലാന്റ്സ് എക്സിസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെയാണ് അനിമൽ ലൈഫ് എക്സിസ്റ്റ് ആകുന്നത്. സോ അനിമൽ ലൈഫ് എക്സിസ്റ്റ് ആകുന്നത് കൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റ് ആകുന്നത്. So plants and animals are very important for our existence. Okay, so next one is natural disasters. Natural disasters are one such impact. So natural disasters are phenomena that occur naturally and result in heavy loss of life and property of man. So മനുഷ്യന്റെ ലൈഫിനും പ്രോപ്പർട്ടിക്കും ഒരുപാട് നഷ്ടം വരുത്തുന്ന ഫിനോമിന ആണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കീപ് ഇൻ മൈൻഡ്, ഡിസാസ്റ്റേഴ്സ് ആർ നോട്ട് ഓൾവേസ് നാച്ചുറൽ. Disasters might be natural also, anthropological also. Yes or no? So natural disasters are one which occur naturally that adversely affect, that creates a heavy loss for the life and property of man. So എപ്പോഴും ഡിസാസ്റ്ററിന് നമ്മൾ പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കുന്നതാണ് നല്ലത്. പ്രിക്കോഷൻ മാത്രം പോരാ, അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഡിസാസ്റ്റർ വി നീഡ് ടു ഡു റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ്, റെസ്ക്യൂ ഓപ്പറേഷൻസ് ആൻഡ് repatriation of them. This is very difficult process, but എപ്പോഴും പ്രിക്കോഷൻ നല്ലത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ ഇപ്പൊ ബംഗാളില് അംഫിയാൻ എന്ന് പറയുന്ന സൈക്ലോൺ വന്നത് നിങ്ങൾക്ക് ഓർമ്മ കാണും. സോ അംഫിയാൻ എന്ന് പറയുന്ന സൈക്ലോൺ വന്ന ശേഷം ബംഗാളില് മാസ്
lakhs of people neanu ഒഴിപ്പിച്ചത് coastal region in why because precaution is always better so natural disaster landslide is a natural disaster flood is a natural disaster extreme drought is a natural disaster cyclone is a natural disaster are you getting that so precaution is must plus once that is happened you need to do rescue operation rehabilitation activities after that so disaster പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടേ earthquake is a natural disaster okay so government departments and the system for prevention and risk reduction of natural disaster കേരളത്തിലുള്ളതാണ് കേരളമായിട്ട് ബന്ധപ്പെട്ട ഈ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ചോദ്യം so list some government departments Kerala government departments for prevention and risk reduction of natural disasters so you should list these Kerala Revenue Disaster Management Department, State Disaster Management Authority, Hazard Vulnerability and Risk Assessment Cell, Land and Disaster Management Institute. So you need to do that. Okay. Next is landslide. Landslide എന്ന് വെച്ചാൽ land slide ആവുന്നതാണ് landslide എന്ന് പറയുന്നത് 2018-19 ഒരുപാട് നടന്നു ലാൻഡ്സ്ലൈഡ് കാരണം ഒരുപാട് പേര് മണ്ണിനടിയിൽപ്പെട്ടു മരണപ്പെട്ടു പലരുടെയും ബോഡി പോലും തിരിച്ചറിയാൻ പറ്റില്ല പലരും ഡിസപ്പിയർ ആയി പോയി മരിച്ചെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത് സോ ഈ ഒരു കുന്നിൽ നിന്ന് മണ്ണ് എല്ലാം കൂടെ വെട്ടിപ്പൊളിഞ്ഞ് ഒഴുകി പോവുക ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് റോക്സ് സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ്പ് സ്ലോപ്പ് സോ സ്റ്റീപ്പ് സ്ലോപ്പ് ആണ് എപ്പോഴും ലാൻഡ്സ്ലൈഡിന് കാരണമാകുന്നത് പാറയും മണ്ണും കല്ലും ചെളിയും എല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ ഒഴുക്കാണ് ഈ ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ വളരെ റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാൻ 2018-19 എല്ലാം നടന്ന ലാൻഡ്സ്ലൈഡുകളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് സോ ലാൻഡ്സ്ലൈഡ് ചെയ്യുമ്പോൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ മൂവ് ടു ദ സേഫർ പ്ലേസസ് സ്മോൾ ചിൽഡ്രനും എൽഡർ പീപ്പിളിനും ഫിസിക്കൽ ഡിസബിലിറ്റികൾക്ക് പ്രയോറിറ്റി കൊടുക്കണം കാര്യം റെസ്ക്യൂ ഓപ്പറേഷനിൽ മറ്റുള്ളവർക്ക് ഓടിയെങ്കിലും രക്ഷപ്പെടാം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം ഇഞ്ചേർഡ് പീപ്പിൾ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ലാൻഡ്സ്ലൈഡ് എടുത്ത് വരുന്ന റീഒക്കറൻസിന് ചാൻസ് ഉണ്ട് കാര്യം മണ്ണൊന്ന് ഇളകി വീണ്ടും ഒന്നും കൂടെ സെറ്റ് ആവാൻ ടൈം എടുക്കും സോ അതിനോട് ശ്രദ്ധിച്ചിരിക്കുക പോലീസും ആംബുലൻസ് സർവീസിനെയൊക്കെ കോൺടാക്ട് ചെയ്യുക പ്രിക്കോഷൻസ് ആണ് എപ്പോഴും നല്ലത് ലാൻഡ്സ്ലൈഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ വീട് വെക്കാതിരിക്കുക കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക അങ്ങനെ നല്ല ഡൗൺ സ്ലോപ്പ് ഉള്ള റീജിയനിലൊന്നും പോയി അനാവശ്യമായി ആർക്കിടെക്ചറൽ വർക്ക്സ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക ഫ്ലഡ് വെള്ളപ്പൊക്കമാണ് ഫ്ലഡ് എന്ന് പറയുന്നത് സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് മൺസൂൺ കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ് സോ സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് ദ മൺസൂൺ കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ് സോ ഫ്ലഡ് എങ്ങനെ ടാക്കിൾ ചെയ്യാം do not construct houses very close to rivers do not venture into rivers during rainy season so അത് ഫ്ലഡിനെ ടാക്കിൾ ചെയ്യാനല്ല അത് ഫ്ലഡ് കാരണമുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ paddy field are places of percolation of water so avoid reclamation നമ്മുടെ വെറ്റ്ലാൻഡും പാഡി ഫീൽഡും എല്ലാം നമ്മൾ കൺസർവ് ചെയ്യണം കാര്യം എന്താ ഈ ഒഴുകി വരുന്ന വെള്ളത്തിനെ സ്റ്റോർ ചെയ്തൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും ഈ ഇങ്ങനെയുള്ള മാൻഗ്രൂവ്സ് റീജിയണും പാഡി ഫീൽഡുകളും കണ്ടൽ കാടുകളും ചതുപ്പുകളും എല്ലാം people residing in the coastal area should be more careful during rainy season okay cut off the electric connections during these issues മനസ്സിലാവുന്ന നിങ്ങൾക്ക് സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു സോ എന്തെല്ലാം നമ്മൾ പഠിച്ചു ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെല്ലാം നമ്മൾ പഠിച്ചു ലിത്തോസ്ഫിയർ ആണ് സോളിഡ് പാർട്ട് ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് പഠിച്ചു അറ്റ്മോസ്ഫിയർ ബ്ലാങ്കറ്റ് ഓഫ് എയർ ആണെന്ന് പഠിച്ചു ഹൈഡ്രോസ്ഫിയർ വാട്ടർ ഉള്ള റീജിയൻ ആണെന്ന് നമ്മൾ പഠിച്ചു ബയോസ്ഫിയർ ഈ 3 റീജിയന്റെ കൂടെ ഇന്റർസെക്ഷൻ റീജിയൻ ആണെന്ന് നമ്മൾ പഠിച്ചു മനുഷ്യന്റെ അൺസയന്റിഫിക് ആക്ടിവിറ്റീസ് ആൻഡ് ഇന്റർവെൻഷൻസ് അഫക്ട് ഓൾ സ്ഫിയേഴ്സ് ഓഫ് എർത്ത് അഡ്വേഴ്സറി സോ സയന്റിഫിക് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് വെരി എസെൻഷ്യൽ ആണ് സസ്റ്റൈനബിൾ ഫോർ ലൈഫ് കാര്യം നെക്സ്റ്റ് ജനറേഷൻ this generation of human needs to hand over the resources for the next generation also so ഒരു 5 generations കഴിയുമ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഭൂമി നോക്കുമ്പോൾ അതെല്ലാം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ that's a cruelty to this next generation കാര്യം അങ്ങനല്ല the world not looks like that the earth not looks like that it has plateaus it has hills it has trenches that should be kept like that for at least for some time different measures are available to combat natural disasters so ഇതെല്ലാമാണ് നമ്മൾ പഠിച്ചത് okay so പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ലേറ്റർ സോൾവ് ചെയ്യാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എനി ഡൗട്ട് ആസ്ക് മീ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരോടെയും പറഞ്ഞു കൊടുക്കുക ഓക്കെ താങ്ക് യു